എത്ര എത്ര അസാധ്യമായിട്ട് വിശകലനം ചെയ്യുന്നതെന്ന്. അതെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കണോടോ, നമ്മൾ എല്ലാത്തിനെക്കുറിച്ചും അറിവല്ല. ഇവിടെ അറിവുണ്ടാക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇത് അറിവല്ല. ഇത് നമ്മൾ സ്വയം നാം അതിനെയൊക്കെ നമ്മൾ സംസാരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അറിയാൻ ശ്രമിക്കുകയല്ല. എന്താ, തുറന്ന് സംസാരിക്കണം. ഇതൊക്കെ തുറന്ന് സംസാരിക്കണം. അപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പോയില്ല. പോവാത്തതുകൊണ്ട് എന്നോട് ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ഓരോ ആളുകളും ഇവിടെ ലൈവ് വീഡിയോ എടുക്കാൻ വരുന്നവരൊക്കെ തന്നെ ബിസിനസ്സുകാരാണ്. അതായത് എന്നെ വെച്ച് വീഡിയോ എടുത്ത് എന്നെ ഒരു മാനുഷിക പരിഗണന പോലും തരാതെ അവരുടെ വീഡിയോയും അവരുടെ ലൈവുകളും അവരുടെ എല്ലാം ഓടിക്കിട്ടാൻ വേണ്ടി, അതായത് മൂവ് ആവാൻ വേണ്ടി അവിടെ ആൾ ദൈവം, ഇതാ നോക്കൂ പുതിയ ആൾ ദൈവത്തിൻ്റെ വിശേഷങ്ങൾ, ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് ദേവി വരുന്നു, ഈ ദേവിയുടെ വിശേഷങ്ങൾ നമുക്കറിഞ്ഞാലോ, ഇതാ ഈ ആൾ ദൈവത്തിൽ നമ്മളെ ചിരിപ്പിച്ചു കൊല്ലും. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ ക്യാപ്ഷൻ ഇടുകയാണ്. നിങ്ങൾ പൊട്ടരാണ് എൻ്റെ അടിയിൽ വന്ന് കമൻ്റ് എഴുതുന്നവർ. പിന്നെ ഈ ആൾ ദൈവത്തിനെ കുറിച്ച് നമുക്കറിഞ്ഞാലോ. കാരണം എന്തിനാ അവരങ്ങനെ ഇടുന്നതെന്നറിയാമോ? അവരിടുന്നത്, അവരങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഈ ദൈവം എന്ന് കേൾക്കുമ്പോൾ വിരളി പിടിക്കുന്ന ചില ആളുകളുണ്ട്. അവരതിനകത്ത് വന്ന് നെഗറ്റീവ് കമൻ്റ് ഇടും. ആ നെഗറ്റീവ് കമൻറ്റ് വായിക്കുവാനായിട്ട് കുറേ ആളുകൾ വരും. അപ്പോൾ നെഗറ്റീവ്, അത് ഇവളോ ആൾ ദൈവം, ആൾ ദൈവം ചവയുന്നു, ആളുകളെ പറ്റിക്കുന്നു. കാരണം അവർക്കറിയാം ഈ പൊട്ടന്മാരെല്ലാം വന്ന് ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നത് വേറെ ആൾക്കാർ വന്ന് വായിച്ചിട്ട് അത് മൂവ് ആവണം, അവർക്ക് ഈ ചാനൽ ഓടണം. മൂവ് ആവാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ആൾ ദൈവത്തിനെ കുറിച്ച് പറയുന്നവരൊക്കെ തന്നെ ചെയ്യുന്ന ബിസിനസ്സാണ്. പക്ഷെ ഇത് ഈ മണ്ടർക്കറിയില്ല. യുക്തിബോധം ഉള്ളവർ എന്ന് പറയുന്നതാണ് എല്ലാവരും 100% ഒക്കെ പറയുന്നത്. അതാ, എന്നിട്ട് ഇവർക്ക് ഭ്രാന്താണ്, എനിക്ക് ഭ്രാന്താണെന്ന്. കാരണം ഞാനിത് സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോഴെന്താണ്, എനിക്ക് ഭ്രാന്തും എന്നെ വിറ്റ് കാശുണ്ടാക്കുന്നവരെ നല്ലവരെന്നും പറയും. മനസ്സിലായോ? അതായത് എനിക്ക് ഭ്രാന്താണെന്ന് പറയും, എന്നാലും എൻ്റെ ഇത്തരത്തിലുള്ള ഈ യുക്തിവാദികൾ, അതായത് ആൾ ദൈവം എന്ന് പറഞ്ഞ് പണമുണ്ടാക്കാൻ നടക്കുന്നവരെ ബുദ്ധിജീവികളാക്കും. എന്നാൽ അവരുടെ കാര്യങ്ങൾ പൊളിച്ച് അടുക്കി അവരും ഇതേ രീതിയിൽ പണം ഉണ്ടാക്കുകയാണ് ഇത്തരത്തിലുള്ള മനുഷ്യരെ വെച്ച് എന്ന് പറഞ്ഞ് മുന്നിലോട്ട് കൊണ്ടുവരുന്നത് എനിക്ക് ഭ്രാന്താണെന്നും പറയും. ആ വീഡിയോയുടെ അടിയിലെല്ലാം എഴുതി വയ്ക്കും. ഇങ്ങനെ എഴുതി വയ്ക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും, നന്നായിട്ട് അവരുടെ നെഗറ്റീവ് കമൻറ്റുകളെ ഞാൻ എടുത്ത് ബിസിനസ് ചെയ്യും. അവരുടെ ചാനലിൻ്റെ കീഴിൽ പോയി. മനസ്സിലായോ? അപ്പം എനിക്ക് ഭ്രാന്തുണ്ടോ? ഇല്ല, ഭ്രാന്തില്ല. എന്നാൽ മനുഷ്യർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നെ പലരും ഭ്രാന്തി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാൻ എന്തു പറയും? അതേ, എനിക്ക് ഭ്രാന്താണ്. ഞാൻ ആ ഭ്രാന്താണെന്ന് പറയുമ്പോൾ ആളുകൾ ഭ്രാന്തെന്ന് പറയും. അവർക്കത് പിടിപെടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അവരെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോവാണ്. കാരണം സ്വയം ഇരുന്ന് ഇങ്ങനെ ഭ്രാന്തെന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഭ്രാന്ത് രൂപപ്പെടുകയും അത് അവർക്ക് വല്ലാത്ത ദുരിതമായി ബാധിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? കാരണം ഞാനിവിടെ കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ എന്നെ ബുദ്ധിജീവി എന്ന് പറയത്തുമില്ല. പക്ഷേ എൻ്റെ ശിഷ്യന് പറയാറുണ്ട് ഞാൻ ബുദ്ധിജീവിയാണെന്ന്. ഇതേണ്ട ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റ് എഴുതി വയ്ക്കുന്നു. ഈ നെഗറ്റീവ് കമൻറ്റ് എഴുതി വയ്ക്കുന്ന ഓരോരുത്തരുടെയും നെഗറ്റീവ് കമൻറ്റിനെ ഞാൻ വായിച്ച് അവരെ ഈ ലൈവിനകത്തിൽ കുടുക്കിയിടും.
ഇത് വളരെ സ്പഷ്ടമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരാൾ ഒരുപാട് പേരുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ചെന്ന് ആ ചാനലിൽ ശ്രദ്ധിക്കാം. തമ്പുരു തമ്പുരു എന്ന് പറയുന്ന ആ ചാനലിലേക്ക് പോയാൽ മതി. എത്ര കൃത്യമായിട്ട് അവരത് പറയുന്നുണ്ടെന്നറിയാം. അവർ മാത്രമല്ല, രമിത്ത് എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു. മനസ്സിലായോ? രമിത്ത് എന്ന് പറഞ്ഞ ആളും ഇത് പറയുന്നുണ്ട്. ഞാനിത് ഓപ്പണായിട്ടങ്ങ് പറയും. ഞാൻ ഒളിച്ചും പാത്തും പറയില്ല. ആരുടെയും വോയിസ് എടുത്ത് ഞാൻ ബിസിനസ് ചെയ്യില്ല. അഥവാ ചെയ്താലും അതിൻ്റെ ഒരു കുഞ്ഞ് പേയ്മെൻറ്റ് അവർക്കും കൊടുക്കും. തമ്പുരുടെ വോയിസ് ഇതിനകത്തിലുണ്ട്, റോമി ലിഡിയയുടെ വോയിസ് ഉണ്ട്, അമിശ്രീയുടെ വോയിസ് ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും വോയിസുകൾ ഈ എല്ലാ ലൈവ് മുഴുവനുണ്ട്. അവർക്കൊക്കെ തന്നെ ഗൂഗിൾ പേ വഴി ഞാൻ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും. അതുപോലെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരുടെ ആ കമൻറ്റിന് ഞാനിവിടെ വായിച്ച് പറയും. പക്ഷെ അവർക്ക് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കില്ല. അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കും. കാരണം എന്താണ്? എന്നെ മനസ്സിലാക്കിയാൻ കഴിയുന്നവരും എൻ്റെ ഒപ്പം കൂട്ടുകൂടുന്നവർക്ക് മാത്രമേ, അതായത് യുക്തി, ബുദ്ധി, വിവരം, വിവേകം എല്ലാം ഉള്ളവർക്ക് മാത്രമേ ഞാനിത് പകർന്നു കൊടുക്കുള്ളൂ. അതുകൊണ്ട് അവർ മിടുക്കരായിട്ട് നിന്ന് അവർ പേയ്മെൻറ്റ് വാങ്ങിക്കും. ദാനധർമ്മം എന്ന പേരിലോ അല്ലെങ്കിൽ ജോലിക്കൂലി എന്ന പേരിലോ ബാങ്ക് എന്ന പേരിലോ ഒക്കെ അവരത് വാങ്ങിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? മതിയാക്ക്, അത് വിടുന്നു. മതിയാക്കാൻ പറഞ്ഞാൽ എടോ ഇത് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുക, എനിക്ക് അതാണ് പറയേണ്ട കാര്യം. മനസ്സിലായോ? എന്നാൽ തനിക്കൊരു പിന്നെ എന്തുവാ ചാനലിട്ട് തനിക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ താനത് പറയണോ. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വിഷയമല്ല. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. മനസ്സിലായോ? തന്നെപ്പോലുള്ളൊരു പൊട്ടരാണ് മതിയാക്കാൻ പോലും. മതിയാക്കിയാൽ എൻ്റെ ഈ ലൈവ് അതോട് കട്ടാവും. പിന്നെ എനിക്ക് എന്തുകൂടെ പറയാനുള്ളത്? ഞാനിത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ധാരാളം ആളുകൾ ഇവിടേക്ക് വരുന്നു. അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പല ദുരനുഭവങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ നല്ലതുണ്ടാകും, ചീത്തയും ഉണ്ടാകും. നിങ്ങൾ അതിനെയൊക്കെ തരണം ചെയ്ത് വേണം വരേണ്ടത്. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇവിടെ വിട്ട് എനിക്കെങ്ങും, ഈ ഭൂമി വിട്ട് എനിക്കെങ്ങും പോകാൻ പറ്റില്ല. കാരണം എവിടെ പോയാലും അത് ഈ ഭൂമിയിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ മാത്രമല്ല, നിങ്ങളും. നിങ്ങളിനി എവിടെ ഏത് രാജ്യത്ത് പോയാലും ഏത് ദേശത്ത് പോയാലും ഭൂമിയിൽ ചവിട്ടിയാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് എന്നെ ഓർമ്മ വേണം. അതുപോലെ ഈ ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആരെ ഓടിച്ചു കളയാൻ കഴിയില്ല. ഈ ഭൂമിയിൽ നിന്നും വെച്ചാൽ നിങ്ങൾ ഏത് ഭൂമിയിലാണോ നിൽക്കുന്നത് ആ ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആരെ ഓടിച്ചു കളയാൻ പറ്റില്ല. ആരോടും ഇവിടെ കയറരുതെന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ അടുത്ത നിമിഷം നിങ്ങൾക്കും അതേ അനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ആരെയൊക്കെ വിലക്കുന്നുണ്ടോ ഇവിടേക്ക് വരരുത് എന്ന്? അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പോൾ ആരെങ്കിലും വരുവാണ്, എൻ്റെ വീട്ടിലേക്ക് ആരും വരരുതെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിലക്ക് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് വയ്യാതിരുന്നാൽ പോലും ആരും വന്ന് കയറത്തില്ല. നിങ്ങൾക്കൊരു രോഗാവസ്ഥ വന്നാൽ പോലും ആരും വരില്ല. കാരണം കാലഘട്ടം ഇപ്പം അങ്ങനെയാണ്. വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ കാലഘട്ടമാണ്. കാരണം എന്താണ്? നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വലിയ ആളാണ്, അതുകൊണ്ട് ഇനി പിന്നെ നിങ്ങളെ നോക്കി എല്ലാവരും ഇരിക്കും എന്നൊക്കെയാണോ? ഒരിക്കലും ഇല്ല. ആളുകൾ നിങ്ങളില്ലെങ്കിൽ വേറെ ആളുകൾ എന്ന് നോക്കി അവരങ്ങോട്ടങ്ങ് പോകും. നിങ്ങളിവിടെ കിടന്ന്
പിന്നെ വലിയ ആൾ ചമഞ്ഞ് ഇങ്ങോട്ട് ആരും വരരുത്, ഇങ്ങോട്ട് ആരും വരരുത്. നിങ്ങൾ പക്ഷെ നിങ്ങൾ മരണപ്പെട്ടു പോകുമെന്ന് ഓർക്കുന്നില്ല. നിങ്ങൾക്ക് ആരോരും ഇല്ലാത്ത അവസ്ഥ വരുമെന്ന് ഓർക്കുന്നില്ല. നിങ്ങളൊന്നും ഓർക്കുന്നില്ല. നിങ്ങളെല്ലാവരും പിണക്കുവാണ് ചെയ്യുന്നത്. ആ പിണക്കുന്നതിന് നിങ്ങളെ ആരും തിരിഞ്ഞു നോക്കാൻ കാണത്തില്ല. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കാര്യത്തിന് ആരും വരുന്നില്ലേ, എൻ്റെ കാര്യത്തിന് ആരും വരുന്നില്ലേ, എൻ്റെ മക്കളില്ലേ, അമ്മയുടെയും അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും ഒക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അത് എൻ്റെ ആകാം, മറ്റൊരാളുടെ ആകാം, നിങ്ങളുടെ ഓരോരുത്തരുടെ ആകാം. നിങ്ങൾ വലിയ ഈഗോ എടുത്ത് പറയും, എനിക്കാരും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാൻ മാത്രമേ മതി. ആയിക്കോ. ചില മാതാപിതാക്കൾ ഇങ്ങനെ മക്കളെ പഠിപ്പിക്കണമെന്നുകൊണ്ട് പഠിപ്പിക്കും. അവർ പഠിപ്പിക്കുന്നതല്ല, മക്കൾ സ്വയം നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. പഠിക്കാത്തവരും ഉണ്ട്, പഠിക്കുന്നവരും ഉണ്ട്. അവർ നല്ലൊരു നിലയിലെത്തണമെന്ന് അവരാഗ്രഹിക്കും. അവർ നല്ലൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാലോ അതേ മാതാപിതാക്കൾ പിന്നെ കരഞ്ഞുകൊണ്ട് കിടക്കും. എൻ്റെ മക്കളെ എന്നെ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം നല്ല നിലയിലെത്തുമ്പോൾ അവർക്ക് ആ നിലയിലുള്ളവരോട് മാത്രമേ സഹവസിക്കാനും കൂട്ടുകൂടാനും പറ്റുള്ളൂ. മനസ്സിലായോ? അങ്ങനെയുള്ള ആളുകളോട് മാത്രമേ കൂടുതൽ കൂട്ടുകൂടാനും ഇടപഴകാനും ആ മക്കൾക്ക് പറ്റുള്ളൂ.